الحمد لله الذي رضي لنا الإسلام دينه وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, നമ്മെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. മുഴുവൻ മേഖലകളിലും റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ബർസഖി ലോകത്ത് വിജയിച്ച് പരലോകത്ത് വിചാരണയിൽ വിജയിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്നവരിൽ അത് നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു രാജ്യത്ത്, അതല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെ ആസൂത്രിതമായിക്കൊണ്ട് ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റുവാനും ഭയപ്പെടുത്താനും ഇസ്ലാം പേടിയുടെ ഒരു രൂപം ഇവിടെ സൃഷ്ടിച്ചെടുക്കുവാനും പല ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായി നമ്മുടെ ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയുടെ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ധരിച്ചു വരുമ്പോൾ കൂടെയുള്ള സഹപാഠികൾ അതിനെ ഭയപ്പെടുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമോഫോബിക്കിൻ്റെ നേർചിത്രങ്ങളാണ് സമാധാനത്തിൻ്റെ ആളുകൾ എന്നറിയപ്പെടുന്നവരുടെ നാവിൽ നിന്നും നമ്മൾ കേൾക്കാനിടയായിട്ടുള്ളത്. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഈ നാടനുവദിച്ച സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് പോരാടുമ്പോൾ പോലും അതിനെപ്പോലും വർഗീയമായി ചിത്രീകരിക്കുകയും അതിനെ വർഗീയമായി ആക്ഷേപിക്കുകയും ചെയ്യുന്ന
ഒരു കാഴ്ച നമ്മൾ പല സമുദായ നേതാക്കളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തെ മുഴുവൻ ആളുകളും ഞങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് മുസ്ലിം സമുദായം അവരുടെ മദ്രസകളും അവരുടെ മസ്ജിദുകളും നടത്തുന്നത് എന്നും അതിന് സർക്കാർ ധനസഹായം നൽകുന്നു എന്ന തരത്തിലുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ ഉന്നതമായ പദവി അലങ്കരിക്കുന്നവരുടെ നാവിൽ നിന്നും മുസ്ലിമീങ്ങൾക്കിടയിൽ ജനസംഖ്യാ വിസ്ഫോടനം നടക്കുന്നു എന്ന് പറഞ്ഞ് അനാവശ്യമായി മറ്റുള്ളവരെ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈ രീതിയിൽ ഇസ്ലാമിക ചിഹ്നങ്ങളെയും ശബ്ദങ്ങളെയും അടയാളങ്ങളെയും അതേപോലെ ഇസ്ലാമികമായ ആൾക്കൂട്ടങ്ങളും സ്ഥാപനങ്ങളും ഉയർന്നു വരുന്നത് പല ദുസ്സൂചനകളാണ് എന്ന നിലക്കുള്ള ആരോപണങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഐക്യത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന മലയാളി മനസ്സുകൾക്കിടയിൽ വർഗീയത പടർത്താൻ ചില ആളുകൾ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആക്ഷേപങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിശ്വാസികളാണ്. മുഅ്മിൻ എന്നാണ് വിശ്വാസിക്ക് അറബിയിൽ പറയുന്നത്. ഈമാൻ എന്നാണ് വിശ്വാസത്തിന്റെ അറബി പദം. അംന് എന്ന അറബി പദത്തിൽ നിന്നാണ് മുഅ്മിനും ഈമാനും ഒക്കെ ഉണ്ടാകുന്നത്. അംന് എന്ന അറബി പദത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് വിശ്വാസം എന്നതുപോലെ തന്നെ അതിന് നിർഭയത്വം എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. മുഅ്മിൻ ആകുന്ന ഒരു വിശ്വാസി അവൻ നിർഭയത്വമുള്ളവനാകണം എന്നുള്ളതാണ്. അവൻ നിർഭയനായി ജീവിക്കുന്നതോടൊപ്പം അവന്റെ ചുറ്റുമുള്ളവരും ആ നിർഭയത്വം അവനിൽ നിന്നും അനുഭവിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനമായ തത്വം എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയയുടെ ഈ കാലത്ത് പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇതൊരു ഉത്തരവാദിത്തമായി മനസ്സിലാക്കാനും കാര്യബോധത്തോടെ ജീവിക്കാനും ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ ഇവിടെയുണ്ട്, നിങ്ങളുള്ളതാണ് എൻ്റെ ധൈര്യം, ഇവിടെയുള്ളത് നിങ്ങളുള്ളത് കൊണ്ടൊരു സമാധാനത്തിൽ കിടന്നുറങ്ങുന്നു, നിങ്ങളെ ഏൽപ്പിച്ച് ധൈര്യമായി പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന ആശ്വസിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ലഭ്യമാകണം. അങ്ങനെ പറയിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ നിർഭയത്വം നൽകുന്നവരായി, പകരുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബിസീനിയയിലേക്ക് ആദ്യം ഹിജ്റ പുറപ്പെടുന്ന ഒരു രംഗം ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റക്കായി ഒരുങ്ങുന്നു. അങ്ങനെ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങുകയാണ്. ആ നേരത്തതാ വഴിയിൽ വെച്ച് തൻ്റെ അയൽവാസിയായ ഇബ്നു ദവന്നെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. മുസ്ലിമല്ലാത്ത അവിശ്വാസിയായ ജൂതനായ ഇബ്നു ദവന്നെ അദ്ദേഹം കാണുന്നു. ഇബ്നു ദവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അയ്ന തുരീദു യാ അബൂബക്കർ, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? താങ്കൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? താങ്കൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ മറുപടി,
അഖ്റജ്നി ഖൗമി, എന്റെ ജനത എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ട് പോവുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ മറുപടി. എനിക്കിവിടെ സ്വസ്ഥമായി എൻ്റെ റബ്ബിനെ ആരാധിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് ഈ നാട് വിട്ട് പോവുകയാണ് എൻ്റെ റബ്ബിനെ സ്വസ്ഥമായി ആരാധിക്കാൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇബ്നു ദവന്നയോട് പറയുകയാണ്. ആ സമയത്ത് ഇബ്നു ദവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ അബൂബക്കർ ലാ യുഖ്രിജി വലാ യുഖ്രിജു അൻത തക്സിബുൽ മഅദം വതസല്ലിർ റഹിം വതഹ്മിലുൽ കൽ വതഖരിൽ ഗൈസ്. അബൂബക്കർ സിദ്ദീഖേ, അബൂബക്കറെ, താങ്കൾ ഈ നാട് വിട്ട് പോവുകയാണ് എങ്കിൽ, താങ്കൾ ഈ നാട് വിട്ട് പുറത്തോട്ട് പോയാൽ, താങ്കളെപ്പോലുള്ള നല്ല ആളുകൾ ഇവിടെ വിട്ട് പോവുകയാണ് എങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം താങ്കൾ പാവങ്ങൾക്ക് ധനസഹായം നൽകുകയും കുടുംബ ബന്ധങ്ങൾ ചേർക്കുകയും മറ്റുള്ളവരുടെ ഭാരം വഹിക്കുകയും അതിഥിയെ സൽക്കരിക്കുകയും ദുരിതങ്ങളും ആപത്തുകളും ബാധിച്ച ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നയാളാണ്. താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാട് വിട്ടു പോയാൽ പിന്നെ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇബ്നു ദവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവിടത്തേക്ക് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിലെ, നമ്മുടെ ചുറ്റുമുള്ള ഓരോ ആളുകൾക്കും നമ്മളെക്കുറിച്ച് ഇതേപോലുള്ളൊരു വർത്തമാനം പറയാൻ സാധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, അവർക്കൊക്കെ ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ നമ്മളെക്കുറിച്ച് പറയുവാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്നും ഇസ്ലാമിന്റെ സമീപനം ഒരേപോലെയാണ്. ഈ രൂപത്തിൽ പാവങ്ങളെ സഹായിക്കുവാനും അഗതികൾക്കും അനാഥർക്കും അവർക്ക് ആശ്വാസമേകാനും രോഗികളെ പരിചരിക്കാനും തുടങ്ങി എല്ലാ നന്മകളും ഏത് സമയത്തും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നന്മകളുടെ ഒരു പ്രതീകമായിട്ട് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരാളാകുന്നു ഒരു വിശ്വാസിയായ മനുഷ്യൻ എന്നുള്ളത്. അതേത് സമയത്തും അങ്ങനെ തന്നെയാണ്. അധികാരമുള്ള സമയത്തും അധികാരമില്ലാത്ത സമയത്തും, ഏതെങ്കിലും സ്വാധീനമുള്ള സമയത്തും സ്വാധീനമില്ലാത്ത സമയത്തും ഇതേപോലെയുള്ള നിലപാടായിരിക്കണം ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്. മക്ക വിജയ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലേക്ക് മക്കയുടെ അധികാരവും നിയന്ത്രണവും അവിടത്തെ കരങ്ങളിൽ ഭദ്രമായ ചരിത്ര നിമിഷം. മുസ്ലിമീങ്ങളെ ക്രൂരമായി വേട്ടയാടിയിരുന്ന അക്രമികളുടെ കാര്യത്തിൽ പ്രതികാരം നടപ്പിലാക്കപ്പെടുമെന്ന് ശത്രുക്കൾ വിചാരിച്ച ആ ഒരു നേരം, സ്വഹാബിമാർ നേരിട്ട യാതനകളുടെ പേരിൽ, ഹംസത്തുൽ ഖറാറിനെ വധിച്ചതിന്റെ പേരിൽ, സുമയ്യ ബീവിയെ അറുകുല ചെയ്തതിന്റെ പേരിൽ, ഖബ്ബാബിനെയും ബിലാലിനെയും അമ്മാറിനെയും യാസറിനെയും അവരെ ശരീരങ്ങളിൽ നരനായാട്ട് നടത്തിയതിന്റെ പേരിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും യാതനകളും ചൊരിഞ്ഞതിന്റെ പേരിൽ, ജന്മനാട്ടിൽ നിന്നും ആട്ടിയോടിച്ചതിന്റെ പേരിൽ പ്രതികാരം നടപ്പിലാക്കപ്പെടുമെന്ന് വിചാരിച്ച സർവരും ഭയപ്പെട്ട നേരത്ത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഖ്യാപനമുണ്ട്. മൻ ദഖല ദാറു അബൂ സുഫിയാൻ ഫഹുവ ആമിൻ വമൻ ദഖലൽ മസ്ജിദ് ഫഹുവ ആമിൻ. ആരാണോ ഈ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നത് അവൻ നിർഭയനാണ്. ആരാണോ അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അവർ നിർഭയരാണ്. അങ്ങനെ എല്ലാ ആളുകൾക്കും നിർഭയത്വത്തിന്റെ സന്ദേശം നൽകി ആ നിർഭയത്വം നടപ്പിലാക്കി വളരെ ഇന്നേ വരെ ലോകം കാണാത്ത വിധത്തിലുള്ള പ്രതികാര നടപടികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയാണ്. തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നുള്ള ഒരു വിശ്വാസി ചെയ്യേണ്ട പ്രതികാര നടപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിക്കുകയാണ്. ഈ സമീപനം ജീവിതത്തിലുടനീളം ഒരു വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൽ മുസ്ലിമു
മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി വൽ മുഅ്മിനു മൻ അമിനഹു നാസ് അലാ ദിമാഇഹിം വ അംവാലിഹിം. ആരാണ് ഒരു മുസ്ലിം? ആ മുസ്ലിം എന്ന് പറയുന്നവൻ അവൻ ഒരു മുസ്ലിമായി തീരുക മറ്റുള്ള ജനങ്ങൾ അവന്റെ കരങ്ങളിൽ നിന്നും അവന്റെ നാവുകളിൽ നിന്നും സുരക്ഷിതത്വം അനുഭവിക്കുമ്പോഴാണ് ഒരു മുസ്ലിം മുസ്ലിമായി തീരുക. ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി, ഒരാൾ എപ്പോഴാണ് മുഅ്മിനായി തീരുക? മൻ അമിനഹുന്നാസ്, അവന്റെ കരങ്ങളിൽ നിന്നും ജനങ്ങൾ നിർഭയത്വമുള്ളതായിരിക്കണം. അലാ ദിമാഇഹി വ അംവാലിഹി, അവന്റെ രക്തത്തിന്റെയും അവന്റെ സ്വത്തിന്റെയും കാര്യത്തിൽ അവൻ നിർഭയമുള്ളവനായിരിക്കണം. മറ്റുള്ള ആളുകൾ, അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ ഏറ്റവും ചെറിയ ബാധ്യതയാണ് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു ദ്രോഹവും ഉണ്ടാവുകയില്ല എന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട ഏറ്റവും ചെറിയ നിലപാടാണ്, ഏറ്റവും ചെറിയ ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരുണ്ട്, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, അയൽക്കാരുണ്ട്. ഇവരൊക്കെ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കരങ്ങൾ കൊണ്ട് സുരക്ഷിതരാണോ എന്നുള്ളത് നാം ആലോചിക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ നാട്ടിലൊരു കുഴപ്പം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ പള്ളിയിലൊരു പ്രശ്നം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ കൂട്ടുകാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ നാട്ടിൽ വലിയ കലാപങ്ങൾ, അതൊരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതാ സ്വഹാബികൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാനത്തുൻ തഖൂമുൽ ലൈല വതസൂമു നഹാർ വതഫഅലു വതസദ്ദഖു വതഅസി ജീറാനഹാ ബിലിസാനിഹാ. അതാ പ്രവാചകരെ, ഒരു മുഅ്മിനായ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയിൽ ഉടനീളം നിന്ന് നമസ്കരിക്കുന്ന പെണ്ണാണ്. അതേപോലെ പകലുകളിൽ സുന്നത്താക്കപ്പെട്ട നോമ്പുകൾ അനുഷ്ഠിക്കുന്ന ഒരു പെണ്ണാണ്. അതേപോലെ ധാരാളമായി സ്വതക്കകൾ ചെയ്യുന്ന പെണ്ണാണ്. പക്ഷേ ആ പെണ്ണിനുള്ള കുഴപ്പം അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിക്ക് പല നിലക്കുമുള്ള പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നവരാണ്. അവളുടെ നാവ് കൊണ്ട് പല നിലക്കും അയൽവാസിക്കെതിരെ പല നിലക്കുമുള്ള പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്ന പെണ്ണാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണ്, അവളുടെ അവസ്ഥ എന്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോ, നമസ്കരിക്കുന്നവളല്ലേ, നോമ്പ് നോൽക്കുന്നവളല്ലേ, ധാരാളമായി സദഖ ചെയ്യുന്നവരല്ലേ, രാത്രിയിൽ നിന്ന് നമസ്കരിച്ചവരല്ലേ, സാരമില്ല, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ റബ്ബ് പുറത്തു കൊടുത്തോളും, അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമല്ല എന്നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിൻ നാർ. അവളുടെ നമസ്കാരം കൊണ്ട്, അവളുടെ സ്വതഖകൾ കൊണ്ട്, അവളുടെ നോമ്പ് കൊണ്ട് അവൾക്കൊരു ഉപകാരവും ഉണ്ടാവില്ല. മാത്രമല്ല, അവൾ നരകത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫുലാനത്തുൻ തസൂമു മക്തൂബ വതസദ്ദഖു ബിൽ അസ്വാർ വലാ തുഅസി അഹദൻ. അതാ ഒരു പെണ്ണ്, മറ്റൊരു പെണ്ണ്, അവള് 5 നേരത്തെ നിർബന്ധമായ കർമ്മങ്ങൾ മാത്രം നിർവഹിക്കുന്ന, അല്പസ്വല്പമായി സുദഖകൾ നൽകുന്ന, നിർബന്ധമായ കർമ്മങ്ങളിൽ മാത്രം ചെയ്ത് ജീവിക്കുന്ന പെണ്ണാണ്. പക്ഷേ അവളെ കൊണ്ട്, അവളുടെ നാവ് കൊണ്ട്, അവളുടെ കൈകൾ കൊണ്ട് ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല, ഒരാൾക്കും ഒരു കുഴപ്പവുമില്ല. അവളുടെ അയൽവാസി അവളുടെ നാവിൽ നിന്നും സുരക്ഷിതത്വമാണ്. അങ്ങനെയാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഹിയ മിൻ അഹ്ലിൽ ജന്ന. അവൾ സ്വർഗത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ സ്വർഗാവകാശികളിൽ പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ നാവിലൂടെ നമ്മുടെ അയൽവാസികൾക്ക് സമാധാനമുണ്ടാകണം. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ കരങ്ങളിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് സുരക്ഷിതത്വം ഉണ്ടാകണം. അത്തരത്തിൽ സുരക്ഷിതത്വമുള്ള ഒരു സമൂഹത്തെ,
പടുത്തുയർത്തുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ ബാധ്യതയാണ് എന്നുള്ളത് നാം ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വഇലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസ, എല്ലാ നിലക്കുമുള്ള കുത്തുവാക്കുകൾ പറയുന്ന ആളുകൾ, എല്ലാ നിലക്കുമുള്ള അവഹേളനങ്ങൾ നടത്തുന്ന ആളുകൾ, ആ മുഴുവൻ ആളുകൾക്കും നാശമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുമസയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പല ആളുകളെ സംബന്ധിച്ചും പല നിലക്കും അവരുടെ ശരീരത്തെ സംബന്ധിച്ച്, അവരുടെ നിറത്തെ സംബന്ധിച്ച്, അവരുടെ ശരീര പ്രകൃതിയെ സംബന്ധിച്ച് ബോഡി ഷേമിംഗ് നടത്തുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ വിലക്കിയ കാര്യമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വായ തുറക്കുന്നത്, നമ്മുടെ നാവുകൾ സംസാരിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് അതിൽ പേടിയുണ്ടോ, അതിൽ ഭയപ്പാടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. ഒരാളുടെ സന്തോഷത്തെ കെടുത്തുന്ന കാര്യങ്ങൾ, ഒരാളുടെ കാര്യങ്ങളെ, രഹസ്യമാക്കി വെച്ച കാര്യങ്ങളെ പരസ്യമായി പറഞ്ഞ് അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പലതും നമുക്ക് കാണുവാൻ സാധിക്കും. ചില അധികരിച്ച ചോദ്യങ്ങളുണ്ട്. ഒന്നുമായില്ല എന്നറിഞ്ഞിട്ടും ചോദ്യങ്ങളിലൂടെ കുത്തുവാക്കുകൾ ഏൽപ്പിക്കുന്ന പല ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അഡ്മിഷൻ എന്തായി, ജോലി എന്തായി, പെണ്ണ് നോക്കിയിട്ട് എന്തായി, ഇതുവരെ കുട്ടികളായില്ലേ, എന്താ ഒന്നും നോക്കുന്നില്ലേ എന്ന് തുടങ്ങി ഒന്നുമില്ല എന്നും ഒന്നുമായിട്ടില്ല എന്നും കൃത്യമായി അറിഞ്ഞിട്ടും ബോധ്യമുണ്ടായിട്ടും ചില ചോദ്യങ്ങൾ ചോദിച്ച് അനാവശ്യമായി പലയിടങ്ങളിലും വെച്ച് അവഹേളിക്കാൻ എന്ന രൂപേണ ആളുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ അവഹേളിക്കുന്ന ആളുകൾ പലരെയും നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. അതൊന്നും ഒരു വിശ്വാസിക്ക് ഭൂഷണമായ കാര്യമല്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് സത്യം, അവൻ വിശ്വാസിയല്ല എന്ന്. അവൻ വിശ്വാസിയല്ല, അല്ലാഹുവാണ് സത്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറയുകയാണ്. കേട്ടു നിന്ന സ്വഹാബ ചോദിക്കുന്നു, ഒമൻ യാ റസൂലല്ലാഹ്, ആരാണവർ, എന്തിനാണ് അള്ളാഹുവിൽ സത്യം ചെയ്ത് ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം പറഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബയുടെ ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അല്ലസീ ലാ യുഅ്മിനു ജാറുഹു ബിവാഖിഹി, അതാ ആ വിശ്വാസി എന്ന് പറയുന്നത് അവന്റെ ദ്രോഹങ്ങളിൽ നിന്നും അയൽവാസി നിർഭയനാവുന്നില്ലേ, അവന്റെ അയൽവാസിക്ക് അവനിൽ നിന്ന് നിർഭയത്വം ലഭിക്കുന്നില്ലേ, സമാധാനം ലഭിക്കുന്നില്ലേ, അവൻ വിശ്വാസിയല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സ്വത്ത് അപഹരിക്കുമോ, എന്റെ അതിര് കയ്യേറുമോ, നമ്മുടെ വീട്ടിലെ മരം അയൽവാസിക്ക് ഭീഷണിയാകുമോ, ഇലകൾ കൊഴിഞ്ഞ് പ്രയാസമാകുമോ എന്ന നിലക്കുള്ള ഭയപ്പാടുകൾ, എന്ന നിലക്കുള്ള പ്രയാസങ്ങൾ, ആ രൂപത്തിൽ അയൽവാസിക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകുന്നില്ല എങ്കിൽ നമ്മൾ മുഅ്മിനല്ല, വിശ്വാസിയല്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമോഫോബിക് ഇത്രയും ആഴത്തിൽ ആളുകൾക്കിടയിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഒരു നിർഭയത്വം പകർന്നു കൊടുക്കുന്ന ഒരു വിശ്വാസിയായി, ആളുകളിൽ സമാധാനത്തിന്റെ ദൂതനായി മാറുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നാവ് കൊണ്ടും കരങ്ങൾ കൊണ്ടും ആരെയും ദ്രോഹിക്കാതെ സമാധാനത്തിന്റെ വക്താക്കളായി, സഹവർത്തിത്വത്തിന്റെ ആളുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം കാണിച്ചു തന്ന ആ ഒരു സമാധാനത്തിന്റെ പ്രതികാരമുണ്ടല്ലോ, ആ രൂപത്തിലുള്ള മാതൃകകൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ രൂപത്തിൽ ഒരു നല്ല വിശ്വാസിയായി മാറാൻ നമുക്ക് സാധിക്കണം. നാഥനതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وعلى صحابته أجمعين وبعد. أوصيكم وإياي ثانيا بتقوى الله.
അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീൻ അടങ്ങുന്ന ഷാമിന്റെ മണ്ണിലേക്ക് കടക്കുന്ന ഒരു രംഗം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഈസാ നബി ജനിച്ചു എന്ന് പറയപ്പെടുന്ന, യേശു ക്രിസ്തു ജനിച്ചു എന്ന് പറയപ്പെടുന്ന ദേവാലയമടക്കം ഭരിച്ചിരുന്ന പുരോഹിതർ, ക്രൈസ്തവ പുരോഹിതർ, അവര് ഉമർ റളിയല്ലാഹുവിനെ സമീപിച്ച് ആ നാട് ഭരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഉമർ റളിയല്ലാഹു ഒരു ഭൃത്യനോടൊപ്പം ആ നാട്ടിലേക്ക് കടന്നു പോകുന്നു. ആ നാടിൽ പരവതാനികൾ വിരിച്ച ഇടമെത്തിയ സമയത്ത് 2 പേരായിരുന്നു ആ യാത്രാ സംഘത്തിൽ, ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ സഹായി. ഒരു വാഹനം, അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനത്തിൽ കയറി ഒരാള് കയറിയിരിക്കുമ്പോൾ മറ്റൊരാൾ കൂടെ മൂക്കുകയറ് പിടിച്ച് നടക്കും. അങ്ങനെ ആയിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. ഇതിന്റെ പരിസരം എത്തിയ സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഊഴം അവസാനിച്ചു. ഉമർ റളിയല്ലാഹു ഒട്ടകത്തിന്റെ യാത്രാമൃഗത്തിന്റെ പുറത്തു നിന്ന് ഇറങ്ങി. എന്നിട്ട് തന്റെ സഹായി അതിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അടുത്തെത്തി, ഇനി ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് മടിച്ചു. എന്നാലും ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ നിർബന്ധിച്ച് ആ യാത്രാമൃഗത്തിൽ കയറ്റി. യാത്രാമൃഗത്തിന്റെ മൂക്ക് കയറ് പിടിച്ച് ഖലീഫയായ അമീറുൽ മുഅ്മിനീനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നടന്നു പോകുന്നു. അങ്ങനെ ആ അവർക്ക് ഏർപ്പെടുത്തിയ സ്വീകരണ സ്ഥലത്തെത്തിയ സമയത്ത് ഇവരെ സ്വീകരിക്കാൻ കാത്തിരുന്ന വലിയ വലിയ നല്ല വസ്ത്രങ്ങളും വലിയ വലിയ വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ ആഭരണങ്ങളും അതേപോലെ ഉള്ള പല ശിരോവസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് പല നിലക്കുമുള്ള മുന്തിയ ഇനം രാജാക്കന്മാരും ഭരണാധികാരികളും ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ ധരിക്കുന്ന വലിയ ഇനം വസ്ത്രങ്ങൾ ധരിച്ച് ഇവരെ സ്വീകരിക്കാൻ ആളുകൾ തയ്യാറെടുക്കുന്നു. എന്നാൽ അവരവിടെ പ്രവേശിച്ച സമയത്ത് ആരാണ് ഖലീഫയെന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്വഹാബികൾ അമീറുൽ മുഅ്മിനീന്റെ അടുത്തെത്തുന്നു. എന്നിട്ട് പറയുന്നു, ഇവിടെയുള്ള ഭരണാധികാരികൾ ധരിച്ച വസ്ത്രങ്ങൾ കണ്ടില്ലേ, താങ്കൾക്ക് നല്ല വില കൂടിയ നല്ല വസ്ത്രങ്ങൾ ധരിച്ചൊരു പ്രൗഢിയിലൂടെ കടന്നു വരാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിഹാദൽ ഇസ്ലാം ഫമഹ്മബതന ലിസ്സത ബിഗൈരിൽ ഇസ്ലാം അസല്ലന അല്ലാഹ്. നമ്മൾ ഈ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രതാപത്തിലേക്കാക്കിയത്, 2 ആളുകൾ കടന്നു ചെന്ന് ഷാം എന്ന് പറയുന്ന ഈ വലിയൊരു പ്രവിശ്യ, ഇന്നത്തെ ജോർദാനും ഈജിപ്തും ഇന്നത്തെ ജോർദാനും ലബനാനും ഫലസ്തീനും ഇസ്രായേലും ഒക്കെ അടങ്ങുന്ന വലിയ ഷാം പ്രവിശ്യ, ഈ ഒരു പ്രവിശ്യയിലേക്ക് കീഴടക്കാൻ മാത്രം നമ്മൾ ഉയർന്നു വന്നത്, വലിയ വലിയ സാമ്രാജ്യങ്ങൾ നമ്മുടെ കീഴിലായത്, വലിയ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടായത്, അതൊക്കെ ഈ ഇസ്ലാമിൽ നമ്മൾ നിന്നതുകൊണ്ട് അള്ളാഹു നൽകിയ ഇസ്സത്താണ്, അള്ളാഹു നൽകിയ പ്രതാപമാണ്. ഇസ്ലാമിന് പുറത്തേക്ക് നമ്മൾ ഇസ്സത്തിനെ അന്വേഷിച്ചു പോയാൽ, പ്രതാപത്തെ അന്വേഷിച്ചു പോയാൽ അസല്ലന അല്ലാഹു തആല നമ്മളെ നശിപ്പിച്ചു കളയുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇന്നിന്റെ സാഹചര്യങ്ങൾ മുഴുവനും നമ്മൾ എടുത്ത് പരിശോധിക്കുക, എല്ലാ സാഹചര്യങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുക. ഇപ്പോ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട വിവാദം, അത് അടക്കം നമ്മൾ ആലോചിക്കുക. അവിടെയൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഇസ്ലാമിനപ്പുറത്തേക്ക് പ്രതാപത്തെ അന്വേഷിച്ച ആളുകൾ പോയി എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ നാശത്തിന് കാരണമായത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. റളൈതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ ചൊല്ലാനായി നമ്മെ പഠിപ്പിച്ച ദുആ ആണ്. 3 പ്രാവശ്യം രാവിലെകൾ ചൊല്ലണം, ഏത് നേരവും ചൊല്ലാൻ. അതേപോലെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം, പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മോട് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ദുആകൾ. ഇതിൽ പറയുന്നത് ഇസ്ലാമിനെ, അള്ളാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ ദീനായി, പ്രവാചകനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനായി നമ്മളോട് പറയുമ്പോൾ
ആ ഒരു തൃപ്തിപ്പെടൽ മനസ്സുകൊണ്ട് എത്രത്തോളം നമ്മളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമ്മുടെ മുന്നിൽ 2 ഓപ്ഷനുകളുണ്ട്. അങ്ങനെ 2 ഓപ്ഷനുകളുള്ള ഒരിടത്തേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഒരു ഓപ്ഷൻ ഉയർന്ന നിലക്കുള്ള സാലറി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു, ഉയർന്ന നിലക്കുള്ള ജീവിത നിലവാരം ഈ ലോകത്ത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. മറ്റൊന്ന് അത്ര അങ്ങോട്ട് ഉയർച്ചയില്ല. എന്നാൽ ആദ്യം പറഞ്ഞ ഉയർന്ന നിലയിലുള്ള ഇടങ്ങളിൽ ഇസ്ലാമികമായ ചില കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടുവീഴ്ച നൽകേണ്ടി വരും, ഇസ്ലാമികമായ ചിഹ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും, ഇസ്ലാമികമായ വസ്ത്രധാരണ രീതികളെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. അങ്ങനെയുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തതാകട്ടെ അത് ജീവിത നിലവാരമൊക്കെ കുറച്ച് കുറവാണ്, സാലറിയും ശമ്പളവും ഒക്കെ കുറച്ച് കുറവാണ്. എന്നാൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാം, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാം, 5 നേരം കൃത്യമായി നമസ്കരിക്കാൻ ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള 2 ഓപ്ഷനുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്നും നമ്മൾ പറയുക, നമ്മൾ ഇതിൽ ഏതാണ് സ്വീകരിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ ഏതായിരിക്കും സ്വീകരിക്കുക? അതേപോലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുക്കുക. 2 ഓപ്ഷനുകൾ ഇതേപോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഏറ്റവും ഉയർന്ന നിലയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനം, ഏറ്റവും ഉയർന്ന നിലയിൽ മാർക്കുകൾ വാരിക്കൂട്ടുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നാൽ ആ സ്ഥാപനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ മക്കൾ, പ്രായപൂർത്തിയായ മക്കൾ ശിരോവസ്ത്രം ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇസ്ലാമികമായ ചിഹ്നങ്ങളെ മാറ്റി നിർത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. 5 നേരത്തെ നിർബന്ധമായ നമസ്കാരത്തെ, പ്രായപൂർത്തിയായ ഏതൊരാണിനും പെണ്ണിനും നിർബന്ധമായ നമസ്കാരത്തെ മാറ്റി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസം കിട്ടും, നല്ല ഉയർന്ന അധ്യാപകരുണ്ട്, ഭൗതികമായ അച്ചടക്കങ്ങളൊക്കെ ലഭിക്കും. ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്നു. രണ്ടാമത്തത് ഒരൽപ്പം വിദ്യാഭ്യാസപരമായി ആദ്യം പറഞ്ഞതിനേക്കാൾ ഒരൽപ്പം കുറവാണ്. പക്ഷേ ദീനീപരമായി 5 നേരം നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നൽകുന്നു. അതേപോലെ തന്നെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു മുസ്ലിം സഹോദരി, ഒരു മുസ്ലിം വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിച്ചു പോകാൻ അവർക്കൊരു വിലക്കുമില്ല. ഇസ്ലാമികമായ വേഷവിധാനങ്ങളും ചിഹ്നങ്ങളും ഒക്കെ കൊണ്ടുപോകാം, ഒരു തടസ്സവുമില്ല. ഇതിലേത് ഓപ്ഷനായിരിക്കും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കുക, ഇതിലേതൊരു ഓപ്ഷനായിരിക്കും നമ്മൾ സ്വീകരിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ദുനിയാവിന്റെ പേരിലുള്ള ഓപ്ഷനുകൾ സ്വീകരിച്ച് നടന്നതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാം എന്നുള്ളത് നാം ഓരോരുത്തർക്കും നമുക്ക് തന്നെ അതിലൊരു നിശ്ചയം വേണം. എന്നിട്ട് ദീനിലേക്ക് മടങ്ങണം, റബ്ബിലേക്ക് മടങ്ങണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങണം. നമ്മുടെ മക്കളുടെ +2 സർട്ടിഫിക്കറ്റും അതേപോലെ SLC സർട്ടിഫിക്കറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഈ ലോകത്തോടു കൂടി അവസാനിച്ചു. അത് റബ്ബ് നാളെ പരലോകത്ത്, റബ്ബ് നാളെ ഖബറിൽ നമ്മോട് ചോദിക്കില്ല. 5 നേരത്തെ നമസ്കാരം ഇല്ലയോ, ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് റബ്ബ് നമ്മോട് ചോദിക്കും. അവിടെ നമുക്ക് ഉത്തരം പറയാൻ ഉത്തരമില്ല എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം അവിടെയോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ്. അവിടെയോടുകൂടി പിന്നെയുടെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച, അള്ളാഹുവിൽ നിഷേധിച്ച നിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച കല്ലുകളും അതേപോലെ ജിന്നുകളും മനുഷ്യരും കത്തിക്കപ്പെടുന്ന ആ മലായിക്കത്തുകൾ കാവൽ നിൽക്കുന്ന ആ നരകം, അതായിരിക്കും നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുക എന്നുള്ളത് നാം ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ആലോചിക്കുക. അതുകൊണ്ട് നമുക്ക് ദുനിയാവ് വേണം, ദുനിയാവ് വേണ്ട എന്നല്ല ഇതിനൊക്കെ അർത്ഥം. ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാനായി നമ്മെ പ്രോത്സാഹിപ്പിച്ചതുമായ പ്രാർത്ഥന റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അസാബന്നാർ. ദുനിയാവിലും ഹസനത്ത് വേണം, ദുനിയാവിലും നന്മ വേണം, ആഖിറത്തിലും നന്മ വേണം. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട്. ഈ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ദീനിന് മുൻതൂക്കം നൽകണം, റബ്ബിന് മുൻതൂക്കം നൽകണം. അത് കച്ചവടത്തിലായാലും മക്കളുടെ വിദ്യാഭ്യാസത്തിലായാലും ഏത് നിലയിലായാലും ദീനിന് മുൻതൂക്കം നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപേക്ഷ വരുത്തരുത് എന്ന് പറഞ്ഞ നമസ്കാരത്തിനെ നമ്മൾ ഒരിക്കലും അതിലൂടെ ഉപേക്ഷ വരുത്തിക്കൂടാ എന്നുള്ളതാണ്. ആ നിലയിൽ നമ്മൾ അതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്
നമ്മൾ അതിനെ ഒക്കെ കൈകാര്യം ചെയ്യണം. ദീനിന് നമ്മൾ എവിടെയും മുൻതൂക്കം നൽകുക. അല്ലാഹു തആല അത്തരത്തിൽ അവസാനം വരെ ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ഇസ്സത്തോടുകൂടി അവസാനം വരെ ജീവിക്കുവാനും മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, അറിഞ്ഞും അറിയാതെയും ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണെന്നത് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പൊറുത്തുമാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ പലരും ബർസഖിന്റെ ലോകത്താണ്. റബ്ബേ, അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ പ്രകാശപൂരിതമാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. സ്വർഗം കാണിച്ചുകൊണ്ട് നീ അവരെ ആ ബർസഖിന്റെ ലോകത്തിൽ കിടത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങൾ നാളെ ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകം അപ്രകാരമുള്ള ബർസഖിന്റെ ലോകമാക്കി നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. നാളെ പരലോകത്ത് വിചാരണയുടെ ദിവസം സൂര്യൻ ഒരു ചാണി നിന്നോ ഒരു മെയിൽ നിന്നോ നിൽക്കുന്ന സമയത്ത് മുട്ടോളമെന്നോ അരയോളമെന്നോ വേർപ്പിൽ കുളിച്ചു നിൽക്കുന്ന അവസരത്തിൽ അർശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളിൽ നാദാ നീ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം കഴിയുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ വേണ്ടുവോളം ആസ്വദിച്ച് കുടിച്ച് അവിടത്തോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അവരുടെ സമ്പത്തിൽ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത ആ കടങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് സാമ്പത്തികമായി മാന്യം അനുഭവിക്കുന്ന കച്ചവടക്കാർ, ഒരുപാട് നാളുകളായിട്ട് മാന്യം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകണ റഹ്മാനെ. പ്രയാസങ്ങളുടെ സമയത്തും നിന്റെ പള്ളിക്ക് വേണ്ടി, നിന്റെ ദീനിന് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ. അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾ നീ ദൂരീകരിക്കുകയും അവരുടെ എല്ലാ സ്വതക്കകൾക്കും നീ നല്ല പ്രതിഫലം പകരമായി നൽകുകയും ഈ ഭൂമിയിൽ അവർക്ക് ഇരട്ടിയാക്കി, ഈ ഭൂമിയിലും പരലോകത്തും അതെല്ലാം ഇരട്ടിയാക്കി നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണ റഹ്മാനെ. ജഹന്നമിന്റെ ചൂട് താങ്ങുവാനുള്ള കരുത്ത് ഞങ്ങളുടെ ശരീരത്തിനുള്ള റബ്ബേ, ആ ചൂടിനെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اصلح حال اخوان فلسطين. اللهم اصلح حال اخوان فلسطين. اللهم منزل كتابي ومجري السحابي وحازم الاحزاب واحزمهم وانصرنا عليهم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.